ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു സാരിയെ നമുക്കൊരു അനാർക്കലി കുർത്തിയായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ബോർഡറൊന്നും കട്ട് ചെയ്ത് എടുക്കാതെ ബോർഡറൊക്കെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആക്ച്വലി അത് വെട്ടിക്കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞാനിപ്പോൾ വേറൊരു ക്ലോത്തിലാണിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബാക്കും ഫ്രണ്ടും ഏകദേശം എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെയുള്ള ബാക്ക് പോർഷൻ കട്ടിങ് തന്നെയാണ്. രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡഡ് സൈഡ് നമ്മളുടെ അടുത്ത് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മുകളിൽ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വരയും, അത് കഴിഞ്ഞിട്ട് ഷോൾഡറിനുള്ള 1/2 ഇഞ്ചും കൂടി കൊടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന കട്ടിങ് പോലെ തന്നെയാണ്. ഇനി എൻ്റെ ബോഡീസിൻ്റെ ലെങ്ത്ത്, അതായത് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് 14 ഇഞ്ചാണ്. ഈ 14 ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും 14.5 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം താഴെ നമ്മുടെ സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ് ആണ്. അപ്പോൾ അത് രണ്ടും ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂഷ്വലി നമ്മളൊരു 13.5, 14, 14.5 ഇതൊക്കെയാണ് യോക്കിൻ്റെ ലെങ്ത്തായിട്ട് കൊടുക്കാറുള്ളത്. ഒരുപാട് ഇറക്കി കൊടുക്കുന്നത് അത്ര ഭംഗി ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനായിട്ട് വേണ്ടി പറയുകയാണേ. ഇനി അടുത്തത് നമുക്ക് ഷോൾഡറാണ്. ഷോൾഡർ നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഷോൾഡറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയിൽ നിന്ന് 1/4 ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് വരണം. ഓരോ ഇഞ്ച് നമ്മൾ ബാക്ക് നെക്ക് ഇറക്കും തോറും. അപ്പം ഞാനിവിടെ ബാക്ക് നെക്ക് 4 ഇഞ്ച് ഇറക്കുന്നത് കൊണ്ട് എനിക്കിവിടെ കൊടുക്കേണ്ടത് 6.25 ഇഞ്ചാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 6.25 ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1/2 ഇഞ്ച് എന്തിനാണ് ചേർക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മാതിരി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ദേഹത്തൊന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡർ വല്ലാതെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി 6.25 മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ അതിൽ താഴേക്കൊരു 1/2 ഇഞ്ചിലാണ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് താഴേക്ക് ഞാൻ 6.5 ഇഞ്ചിലാണ് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ 6.25 ഇല്ലേന്ന് നോക്കുകയാണ്. നെക്ക് വിഡ്ത്ത് ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യാനുള്ളത്. ചെസ്റ്റ് റൗണ്ട് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ 36 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ ലൂസിന് വേണ്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 9 ഇഞ്ചാണ് കിട്ടുക. 9 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ചേർക്കുമ്പോൾ 9.5 ഇഞ്ച്. അപ്പോൾ ആ 9.5 ഇഞ്ച് ഞാൻ ആദ്യം മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസിന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈസ് അല്ലെങ്കിൽ ലൂസ് എന്ന് പറയുന്നതും സീം അലവൻസും രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പോൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ലൂസ് ആഡ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഡ്രസ്സിൽ നിന്നാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാം. പിന്നെ എപ്പോഴും വരയ്ക്കുന്ന പോലെ തന്നെ ആം ഹോള് നമ്മളുടെ നേരെ പകുതി കണ്ടിട്ട് നമ്മുടെ ചെസ്റ്റ് ലൈനിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സീം അലവൻസ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മെഷർമെൻറ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 8.25 കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു 6.5 ഇഞ്ച് ഞാൻ ആം ഹോൾ ഇറക്കിയത് കറക്റ്റാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ നിന്നും ആം ഹോൾ റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മളിവിടെ ലൈനിങ് ഇട്ട് ചെയ്യുന്ന കുർത്തീസിന് നമ്മൾ കൂട്ടണം. അപ്പോൾ എനിക്ക് 16.5 ആയിരുന്നു. 1 ഇഞ്ച് കൂട്ടുമ്പോൾ 17.5. അതിൻ്റെ പകുതി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു 1/4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കുഴപ്പമില്ല. അതിൻ്റെ പകുതി നമുക്കിവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കിയിരിക്കുന്ന ആം ഹോള് കറക്റ്റാണെന്നാണ് അർത്ഥം. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഞാൻ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. അതുകൂടാതെ താഴെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ വേസ്റ്റ് റൗണ്ട് 32 അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാക്ക് പോർഷൻ. ഇതിനി ആ ലൈൻസ് ജോയിൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പോർഷൻ റെഡിയായി. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എൻ്റെ ക്ലോത്ത് വെട്ടിക്കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇതേ ക്ലോത്തിലാണ് നിങ്ങൾക്ക് ഫ്രണ്ട് പോർഷനും മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ബാക്ക് പോർഷൻ വരച്ചിട്ട് ആ സൈഡിലും വരയ്ക്കണം കേട്ടോ. സൈഡിൽ ചെസ്റ്റും വേസ്റ്റും കൂടി ഉള്ളതും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേ പോർഷൻ വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട് പോർഷനിലേക്ക്
മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പോർഷൻ വെക്കാനുള്ള തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വിഡ്ത്തിൻ്റെ അവിടെ ചെറിയൊരു ഡിഫറൻസ്, ലെങ്ത്തിൻ്റെ അവിടെ ചെറിയൊരു ഡിഫറൻസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതേ ക്ലോത്തിലാണ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഡിഫറൻസ്, ഇപ്പോൾ ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ അത് ഓർത്തിട്ട് വേണം. ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക. ഇനി ഫ്രണ്ട് പോർഷനിൽ ആദ്യം വരുത്തേണ്ട ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഇറക്കം ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറ്റക്കുറച്ചിൽ വരികയാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനാണ്. അപ്പം ഞാനത് ഈ ഒരു ബ്ലൂ ഇങ്ക് കൊണ്ട് വരച്ചിട്ടുണ്ടല്ലോ, അതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ലെങ്ത്ത്. അതായത് നമ്മുടെ ബാക്ക് പോർഷനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ. ഇനി അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൽ നിന്ന് നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് അപ്പെക്സ് പോയിൻ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് പോയിൻ്റ് എന്നൊക്കെ പറയുന്ന പോയിൻ്റാണ്. ഷോൾഡർ മുതൽ നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ദൂരം നിങ്ങൾ ഷോൾഡറിൻ്റെ സീം അലവൻസിന് താഴേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകലം നമ്മൾ കൊടുക്കേണ്ടത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 4 ഇഞ്ചാണ്. അതായത് 2 ബ്രസ്റ്റ് പോയിൻ്റ് തമ്മിലുള്ള അകലമാണ്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടൊരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്പെക്സ് ടു അപ്പെക്സിൻ്റെ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. ബ്രസ്റ്റ് പോയിൻറ്റുകൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ചെയ്താലും ഏകദേശം നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മളുടെ ആം ഹോളിൻ്റെ അവിടുത്തെ കേവാണ് നോക്കാനുള്ളത്. അത് നമ്മളിതാ ഒരുപാട് റൈറ്റിലോട്ടും ഒരുപാട് ലെഫ്റ്റിലോട്ടും പോവാത്ത രീതിയിൽ ഇതുപോലെ നമ്മൾ ഏകദേശം നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കാം. കാരണം നിങ്ങൾക്ക് ബ്ലൗസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏകദേശം ഇത് എവിടെയായിരിക്കും വരിക എന്നറിയാം. അല്ലാതെ എപ്പോഴും ആ ഒരു കോർണറിൽ തന്നെ അല്ല വരിക. പലരും പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കോർണറിലേക്ക് തന്നെ പിടിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല വരിക. നമ്മൾ ഒരുപാട് ലെഫ്റ്റിലോട്ടും ഒരുപാട് അതേപോലെ തന്നെ റൈറ്റിലോട്ടും കയറി പോവാത്ത രീതിയിൽ വേണം നമ്മൾ ആ ഒരു ഡാർട്ട് മാർക്ക് ചെയ്യാൻ. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് അണ്ടർ ബ്രസ്റ്റ് പോയിൻ്റ്, അതായത് ബ്രസ്റ്റ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ബ്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആ പോർഷൻ, അതിവിടെ 12.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് 1 ഇഞ്ചാണ് ഞാനിവിടെ ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ബ്ലൗസ് പോലെ നമ്മൾ 2ഉം 2.5 ഒന്നും എടുക്കുന്നില്ല. 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ 1 ഇഞ്ചിൽ നിന്ന് മുകളിലെ 12.5 ഇഞ്ച് വരെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനും അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം. ഫ്രഞ്ച് കർവ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ കൈ കൊണ്ട് തന്നെ വരയ്ക്കുന്നത്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ അവിടെ വളരെ കുറച്ചാണ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഡാർട്ട് പോയിൻ്റ് പോലെ ഒരു 4 ഇഞ്ച് നമ്മൾ ഇതുപോലെ 2 സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1/2 ഇഞ്ചാണ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അതും ഒരുപാട് നമ്മൾ താഴേക്ക് കൊണ്ടുവരുത്. ഏകദേശം നമ്മൾ കുറച്ച് ദൂരം മാത്രമാണ് ആ ഡാർട്ടിൻ്റെ ലെങ്ത് ഉള്ളൂ. ഇനി ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. പക്ഷെ ഞാനിവിടെ എപ്പോഴും ഞാൻ പ്രിൻസസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ ആ പീസുകൾ ജോയിൻ ചെയ്ത ശേഷം മാത്രമാണ് ഞാൻ കുഴിച്ച് കട്ട് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് അവിടെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്കത് അവിടെ നമുക്ക് പരിഹരിച്ച് പോവാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇപ്പോൾ അത് കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി മാറ്റം വരുത്തേണ്ടത് നമ്മളിവിടെ ബാക്ക് പോർഷനിൽ മാർക്ക് ചെയ്തത് 9.5-ലാണ്. അത് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാറ്റിയിട്ട് മാർക്ക് ചെയ്യണം. കാരണം നമ്മളിവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഡാർട്ട് ഇട്ടു. അതേപോലെ 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണം. അങ്ങനെയാണ്. അതേപോലെ ഇവിടെ നമ്മൾക്ക് നോക്കാനുള്ളത് നമുക്ക് 8.5 വേണ്ടത്. അപ്പം ഞാൻ 4 വെച്ചിട്ട് 4ൻ്റെ ബാക്കി അവിടേക്ക് 8.5 മാർക്ക് ചെയ്യണേ. കണ്ടോ? അതായത് 1 ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ കൊടുക്കണം അവിടെയും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതിങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന പോയിൻറ്റുകളാണ് നമുക്കിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സംഭവം. ഓക്കെ, ഇനി ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും ചെയ്യേണ്ട ഒരു കാര്യം എന്താ, ഇതേപോലെ നമ്മളൊന്ന് ബോഡി സ്പാർട്ടിൻ്റെ സൈഡ് ഒന്ന് വളച്ച് മാർക്ക് ചെയ്യണം. നമ്മൾ ഫ്രോക്കിനൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഒന്ന് വളച്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ഇതേപോലെ വെച്ചിട്ട് വേണ്ടല്ലേ, ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു തൂങ്ങൽ പോലെ വരും. അത് വരാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. വളരെ എളുപ്പത്തിലും അതേപോലെ തന്നെ നീറ്റായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്രിൻസസ് കട്ട് മെത്തേഡാണ്.
ഈ ആം ഹോളിൻ്റെ അവിടുത്തെ ഡാർട്ട് നമ്മൾ ഒരുപാട് ഇറക്കി കട്ട് ചെയ്യരുത്, വളരെ കുറച്ചാണ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് സാരിയാണ്. അപ്പോൾ സാരിയിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ റഫായിട്ട് കട്ട് ചെയ്തതാണ്. ശരിക്കും ഈ സാരിയുടെ അതേ കളറിലുള്ള ലൈനിങ്ങിൽ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാരി ഇതുപോലത്തെയാണ്. അപ്പോൾ ഞാനിവിടെ ഈ പല്ലു പോർഷനിൽ ഇതുപോലൊരു സരി ത്രെഡിൻ്റെ വീവിങ് വരണമുണ്ട്. ഞാൻ ആ ഭാഗം ഫ്രണ്ടിലേക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മുടെ സെൻറ്റർ പോർഷൻ ഇതുപോലെ വെക്കുന്നു. അതേപോലെ എപ്പോഴും പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ടും ഒരേ സൈഡായി പോകും. ഓക്കെ, കുറേ അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയുകയാണേ. ഇനി സാരിയിൽ നിന്ന് തന്നെ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ലീവിന് വേണ്ടിയിട്ടാണ്. സ്ലീവിന് വേണ്ടിയിട്ടുള്ള 2 പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫുൾ സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. 21 ഇഞ്ചാണ് എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ഇതിലിപ്പോൾ ടോട്ടൽ 22 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്, അപ്പോൾ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ചും താഴെ മടക്കി അടിക്കാനോ അല്ലെങ്കിൽ ലൈനിങ് ഇട്ട് തിരിച്ചടിക്കാനോ ഉള്ള സീം അലവൻസും കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. ഇവിടെ എനിക്ക് ബോർഡർ ആയതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ അവിടെ മടക്കി അടിക്കുന്നൊന്നുമില്ല താഴേക്ക് കേട്ടോ. ഇനി ഇവിടെ മാർക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത സമയത്ത് ആം ഹോൾ അളന്നപ്പോൾ നമുക്ക് 8.25 കിട്ടിയല്ലോ. ആ 8.25 നമുക്ക് വേണ്ടത്. ഓക്കെ, അതേപോലെ ഈ താഴേക്ക് ഇറക്കുന്ന ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. അപ്പോൾ എനിക്കിവിടെ ഏകദേശം 3.6 വരിക. അപ്പോൾ ഞാനിവിടെ ഒരു 3.25 മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ ചെരിച്ച് പിടിക്കുമ്പോൾ 8.25 കിട്ടും വേണം. അപ്പോൾ 3.25 താഴേക്കും ചെരിച്ച് പിടിക്കുമ്പോൾ 8.25 കിട്ടണം. ഓക്കെ, അപ്പോൾ 8.25 എടുത്തിട്ടില്ലെങ്കിൽ ഒരു 8.5 എടുത്താൽ മതി. കാരണം നമ്മൾ വളച്ചിട്ട് വരയ്ക്കുമ്പോൾ അതങ്ങോട്ട് 8.25 ആയിക്കോളും. അതുകൊണ്ടാണ് ഞാനിതുപോലെ 8.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് 3.25 ഇറക്കത്തിൽ. ഓക്കെ, ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അതൊന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആക്കുകയാണ്. സ്ലീവും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട്. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കുന്നു. 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ബാക്ക് പോർഷൻ വരച്ചെടുക്കണം, ബാക്ക് ആം ഹോൾ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോള് ഈ ഒരു സെൻറ്റർ പോർഷൻ വഴി ഇതേപോലെ ഒരു 1/4 ഇഞ്ച് താഴേക്ക് പോയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനും ആയി. പക്ഷെ ഞാൻ ഫ്രണ്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളൂ. ഇനി താഴെ നമ്മൾ ഫുൾ സ്ലീവ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇവിടെ വെച്ച് നമ്മൾ മെഷർ ചെയ്യാതെ നമ്മളുടെ കൈപ്പത്തിയുടെ അവിടെ ഇതുപോലെ ചുറ്റി പിടിച്ചിട്ട് ഒന്ന് മെഷർ ചെയ്ത് എടുക്കുക. അപ്പോൾ എനിക്കവിടെ 8.5 കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 4.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസും അങ്ങനെ കൊടുക്കാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് കൈ കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ എനിക്ക് ആം റൗണ്ട് വരുന്നത് 14 അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടുള്ള 7 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കണ്ടില്ലേ ഉള്ളിലേക്കൊന്ന് ചെരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്താലും മതി. അല്ല നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കർവ് ചെയ്തിട്ടുള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് യോക്ക് പോർഷനിൽ കിട്ടിയ 8.25 തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇത് സ്ലീവ് മാർക്കിംഗ് കറക്റ്റാണെന്ന് അർത്ഥം. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നില്ല. ഫ്രണ്ട് ഞാൻ കുഴിച്ച് കട്ട് ചെയ്യാറ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. ഈ സൈഡിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി. ഇനി നമുക്ക് ബാക്കി എൻ്റെ കയ്യിലുള്ള സാരിയുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു 3 മീറ്ററാണ്. ഓക്കെ, കാരണം ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടാണല്ലോ ഈ യോക്ക് പോർഷനും ബാക്ക് പോർഷനൊക്കെ കട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാട്ടിലും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 3 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ 3 മീറ്റർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ വേണമെങ്കിൽ ഒരു കണക്ക് പ്രകാരം പറഞ്ഞു തരാം. അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് 4 മടക്കി വയ്ക്കുമ്പോൾ 8.5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ചുമാണ് ബാക്ക് പോർഷനിലെ കാര്യമാണ് നോക്കേണ്ടത്. ഫ്രണ്ട് പോർഷൻ നമ്മളുടെ പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് നമുക്ക് എക്സ്ട്രാ വന്നത്. അപ്പോൾ 8.5 ഇഞ്ചും 1.5 ഇഞ്ചും കൂടി ആകുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത് 4 മടക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ടുള്ള വേസ്റ്റ് റൗണ്ട് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് 40 ഇഞ്ചാണെന്ന് കണക്കാക്കണം. ഓക്കെ, ഈ 40 ഇഞ്ചിനെ നമ്മൾ എത്ര പാനലായിട്ടാണോ നമ്മുടെ താഴത്തെ ഭാഗം കട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ
16 പാനലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 12 പാനലാണെങ്കിൽ 40/12 ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ 16 പാനലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 40/16 ചെയ്തപ്പോൾ എനിക്ക് 2.5 ഇഞ്ചസ് കിട്ടി. ഈ 2.5 ഇഞ്ചസ് നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ട് സൈഡും നമുക്ക് പാനൽസ് അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ടോട്ടൽ 3.5 ഇഞ്ച് നമുക്ക് മുകളിലത്തെ വിഡ്ത്തായിട്ട് കിട്ടേണ്ടി വരും. ഓരോ പാനലിൻ്റെയും വിഡ്ത്താണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ 2.5 ഇഞ്ചസാണ്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് കണക്കാക്കുമ്പോൾ നമുക്ക് 3.5 ഇഞ്ചാണ് കിട്ടുക. ഇനി നമുക്ക് ബോട്ടം പോർഷനിൽ എത്രത്തോളം വിരിവ് കൊടുക്കണം എന്നുള്ളത് ആക്ച്വലി നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷേ എത്രത്തോളം മിനിമം എങ്കിലും നമുക്ക് തുണി വേണം എന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഈ പറയുന്നത്. അത് ബോർഡർ ഉള്ള തുണിയാണെങ്കിലും അല്ലാത്ത തുണിയാണെങ്കിലും. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് നമ്മളുടെ 2.5 ഇഞ്ചസാണ് നമുക്ക് മുകളിൽ കിട്ടിയിരിക്കുന്ന വിഡ്ത്ത്. അതിൻ്റെ മിനിമം ഒരു 2.5 മടങ്ങെങ്കിലും നമ്മൾ എടുക്കണം താഴേക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മടങ്ങ് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് 2.5 × 3 ചെയ്യുമ്പോൾ 7.5 ആണ് ഒരു പാനലിൻ്റെ താഴത്തെ ഭാഗത്തെ വിഡ്ത്ത് കിട്ടുന്നത്. ഒരു പാനലിൻ്റെ താഴത്തെ ഭാഗത്തെ വിഡ്ത്താണ് പറയുന്നത് 7.5. ഈ 7.5നെ നമ്മൾക്ക് എന്ത് ചെയ്യണം? 16 പാനലാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് 16 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും. ഈ 120 ഇഞ്ചസിനെ ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിളിലിട്ടിട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിലിട്ടിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 മീറ്ററിന് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് താഴേക്ക് എടുക്കേണ്ട നമ്മളെ തുണിയുടെ അളവ്. അപ്പോൾ ഈ 3 മീറ്ററിനെ നിങ്ങൾ എന്താക്കണം? 8 പ്രാവശ്യം മടക്കിയിടണം. അപ്പോൾ ഇത് ബോർഡർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് താഴേക്ക് എടുക്കേണ്ട തുണിയുടെ മെഷർമെൻറ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മുകളിലേക്ക് നമുക്ക് യോക്ക് പാർട്ടിനായിട്ട് ഫുൾ സ്ലീവ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 മീറ്ററും, താഴേക്ക് ഈ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് 3 മീറ്ററുമാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ സാരിയുടെ ബാക്കി പോർഷൻ എനിക്ക് ഓൾറെഡി 3 മീറ്റർ ഉള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ 8 പ്രാവശ്യമായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 16 പാനൽ കിട്ടും. ഇനി നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് താഴെ നിന്ന് ബോർഡറിൽ നിന്ന് മുകളിലോട്ട് നിങ്ങളുടെ യോക്ക് പോർഷൻ കഴിഞ്ഞിട്ടുള്ള ലെങ്ത്ത്. എനിക്ക് യോക്ക് പോർഷൻ 14 ഇഞ്ചസായിരുന്നു. ടോട്ടൽ എനിക്ക് വേണ്ട കുർത്തിയുടെ ലെങ്ത്ത് 46 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതൊന്ന് കുറയ്ക്കുമ്പോൾ 14 കുറയ്ക്കുമ്പോൾ എനിക്ക് 32 കിട്ടുക. ആ 32ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് എനിക്ക് മുകളിലുള്ള യോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കണം. ആ 1/2 ഇഞ്ചും കൂടി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? 32.5 ഇഞ്ചിൽ താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ആ പാനലിൻ്റെ അതായത് സെൻറ്റർ ഭാഗം ഞാൻ 4 ഇതുപോലെ മാർക്കിങ് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ ബാക്ക് പോർഷൻ ഇതുപോലെ നിങ്ങൾ നിവർത്തി വെച്ചിട്ട് നേരത്തെ നമ്മൾ മെഷർമെൻറ്റ് എടുത്തില്ലേ, ഇതെനിക്ക് 20 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലേക്കും കൂടി ചേർത്തിട്ട് 40 ഇഞ്ച്. ആ 40 ഇഞ്ചിനെ നമ്മളുടെ നമ്പർ ഓഫ് പാനൽസ് നമ്മൾ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അളവ് നമ്മളിവിടെ അതിൻ്റെ 2 സൈഡിലേക്കും മാർക്ക് ചെയ്യണം. ഈ 2.5 ഇഞ്ചിനെ നമ്മൾ 1.25 2 സൈഡിലേക്കും മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലെഫ്റ്റിലും റൈറ്റിലും സീം അലവൻസും ഇട്ട് കൊടുക്കണം. ഇനി നേരെ താഴേക്ക്, അതായത് താഴെ ഭാഗത്ത് ഞാൻ ബോർഡർ ഉള്ളത് കൊണ്ട് അത് കട്ട് ചെയ്ത് കളയാത്തതുകൊണ്ട് ഇതുപോലൊരു 1.5 ഇഞ്ച് ഹൈറ്റിൽ ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെക്കുന്നു. നിങ്ങൾക്ക് ബോർഡർ ഇല്ലെങ്കിൽ നേരെ താഴെ വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ബോർഡർ അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ വരെ ഇതുപോലെ നമുക്കൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ പാനൽസ്. അതായത് ഇതുപോലെ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ 18 പാനൽസും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി കട്ട് ചെയ്യാനുള്ളത് ലൈനിങ് ആണ്. ലൈനിങ് ഞാൻ ജസ്റ്റ് എ ലൈൻ പോലെ കട്ട് ചെയ്തിട്ട് ആ എക്സ്ട്രാ പോർഷൻ ഒന്ന് ചെരിച്ച് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഈ പാനൽസ് ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും 8 പാനൽ നമ്മളിതാ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലൈനിങ്ങിനെ നമ്മളിതാ ഇതേപോലെ മടക്കി വെച്ചിട്ട് ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ചിട്ട് എ ലൈൻ മോഡലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വിരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തിന് ഇതാ ഇതേപോലെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കട്ടിങ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് മുൻപ് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കൂ, യൂസ്ഫുൾ ആവും. താങ്ക് യു.